മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ ഒരു മിനി സ്ക്രീൻ താരമാണ് ശാലു കുര്യൻ. ചന്ദനമഴ എന്ന കഥാപാത്രത്തിലെ വർഷ എന്ന വില്ലത്തി കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു താരം കൂടുതലായും ശ്രദ്ധ നേടിയിരുന്നത്. അതിനു മുൻപ് തന്നെ സരയു എന്ന ജനപ്രിയ സീരിയലിലും താരം ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. 2 സീരിയലുകളിലും താരം അവതരിപ്പിച്ചത് വില്ലത്തി കഥാപാത്രങ്ങളെ ആയിരുന്നു. എന്നാൽ അതിനു മുൻപ് കോളിംഗ് ബെൽ എന്നൊരു ചിത്രത്തിൽ താരം അഭിനയിച്ചിരുന്നു. അതിലെ ചില രംഗങ്ങൾ ശാലുവിൻ്റെതായി പുറത്തു വരികയും ചെയ്തിരുന്നു. ആ ചിത്രത്തിൽ അർദ്ധനഗ്നയായി പല രംഗങ്ങളിലും ശാലു എത്തിയിരുന്നു. ചിത്രത്തിന് കഥയോ പ്രമേയമോ ഒന്നും ആയിരുന്നില്ല പ്രധാനമായ ആകർഷണമെന്നും ശാലുവിന്റെ വസ്ത്രധാരണമായിരുന്നുവെന്നുമൊക്കെ വാർത്തകൾ വന്നിരുന്നു. ഓരോ രംഗത്തിലും പ്രേക്ഷകരെ കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളുമായിരുന്നു ശാലു എത്തിയിരുന്നത്. ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും കാണിക്കുവാൻ സാധിക്കുന്ന അർദ്ധനഗ്നമായ വേഷങ്ങൾ ഇട്ടുകൊണ്ടായിരുന്നു ശാലു എത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ചർച്ചയാവുകയും ചെയ്തു. തന്റെ അർദ്ധനഗ്നതയെ കൂടുതൽ വിമർശിച്ചവർക്കെതിരെ ശാലു രംഗത്ത് വരികയും ചെയ്തിരുന്നു. എന്നാൽ ആളുകൾ ശാലുവിനോട് പറയുന്നത്, ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ആളുകൾ വിമർശിക്കുന്നു എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് എന്നാണ്. മര്യാദയ്ക്ക് വസ്ത്രമിട്ട് അഭിനയിക്കുകയായിരുന്നില്ല ചിത്രത്തിന്റെ ലക്ഷ്യമെന്നും അർദ്ധനഗ്നയായി അഭിനയിക്കുക എന്ന് തന്നെയായിരുന്നു ചിത്രം ലക്ഷ്യമിട്ടത് എന്നുമാണ് പറയുന്നത്. എല്ലാം നാട്ടുകാരെ കാണിച്ചതിനു ശേഷം അവർ വിമർശിച്ചു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ് ഉള്ളത് എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. അടുത്ത കാലത്ത് മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന തട്ടിമുട്ടി എന്ന പരമ്പരയിലും ശാലു കുര്യൻ വേഷമിട്ടിരുന്നു. KPC ലളിതയ്ക്കൊപ്പമായിരുന്നു ആ പരമ്പരയിൽ ശാലു എത്തിയിരുന്നത്. നിങ്ങൾക്ക് ശാലുവിന്റെ ഏത് കഥാപാത്രമാണ് കൂടുതൽ പ്രിയപ്പെട്ടതെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം പുതിയ വിശേഷങ്ങൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്.